ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിൽ ഫ്ലമംഗോയോട് സാന്റോസ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മത്സരത്തിന്റെ പേരിൽ നെയ്മർക്ക് ബ്രസീലിൽ നിന്നും വ്യാപകമായ വിമർശനങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതായത് നെയ്മറെ പിൻവലിച്ചതിന് ശേഷമാണ് 2 ഗോളുകൾ സാന്റോസ് നേടിയത്. മാത്രമല്ല നെയ്മറുടെ സഹതാരങ്ങളോടുള്ള പെരുമാറ്റത്തിന്റെ പേരിലാണ് വിമർശനങ്ങൾ ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിന്റെ പേരിലാണ് വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സഹതാരങ്ങളോട് നെയ്മർ ദേഷ്യപ്പെട്ടിരുന്നു. പാസ് നൽകാത്തതിൻ്റെ പേരിൽ സഹതാരങ്ങൾക്ക് ചില ഉപദേശങ്ങളൊക്കെ നെയ്മർ നൽകുകയും ചെയ്തിരുന്നു. പരിശീലകൻ പിൻവലിച്ചപ്പോൾ അതിനോടുള്ള അസംതൃപ്തി പരസ്യമായിക്കൊണ്ട് നെയ്മർ ജൂനിയർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പേരിലൊക്കെയാണ് വിമർശനങ്ങൾ ലഭിക്കുന്നത്. പക്ഷേ നെയ്മർ ജൂനിയർ ഉള്ളപ്പോഴാണ് സാന്റോസ് ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത്. നെയ്മർ ഇല്ലാത്ത സമയത്താണ് കാര്യങ്ങൾ വഷളായിട്ടുള്ളത്. അതിൻ്റെ കണക്കുകൾ തെളിവായിക്കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് നെയ്മറോടൊപ്പം 15 മത്സരങ്ങളാണ് സാന്റോസ് ബ്രസീലിയൻ ലീഗിൽ ആകെ കളിച്ചിട്ടുള്ളത്. അതിൽ 5 വിജയങ്ങൾ നേടാൻ കഴിഞ്ഞു. 4 സമനിലകളും 6 തോൽവികളുമാണ് അവർ വഴങ്ങിയിട്ടുള്ളത്. എന്നാൽ നെയ്മർ ജൂനിയർ ഇല്ലാത്തപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത്. 17 മത്സരങ്ങളാണ് ബ്രസീലിയൻ ലീഗിൽ നെയ്മർക്ക് നഷ്ടമായത്. അതിൽ കേവലം 3 മത്സരങ്ങൾ മാത്രമാണ് സാന്റോസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 5 സമനിലകളും 9 തോൽവികളും അവർക്ക് വഴങ്ങേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നെയ്മർ ഇല്ലാത്ത ഭൂരിഭാഗം മത്സരങ്ങളിലും നെഗറ്റീവായ റിസൾട്ടാണ് സാന്റോസിൽ സംഭവിച്ചിട്ടുള്ളത്. നെയ്മർ ഉള്ളപ്പോഴാണ് പലപ്പോഴും പോസിറ്റീവായ റിസൾട്ടുകൾ അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാന്റോസിന്റെ മോശം പ്രകടനത്തിൽ നെയ്മർ ജൂനിയറെ വിമർശിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. പക്ഷേ ബ്രസീലിൽ അങ്ങനെയല്ല സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ മാധ്യമ പ്രവർത്തകരും ആരാധകരും ഒക്കെ ഇപ്പോൾ നെയ്മറെയാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.